ഗൈസ്, നിങ്ങളുടെ വീട്ടിലുള്ള ജനൽ ഒരു ടി വി ആയി മാറി എങ്ങനെയുണ്ടോ? സാംസങ്ങിന്റെ ഇക്കൊല്ലത്തെ ഇന്നോവേഷൻസ് കണ്ടു കഴിഞ്ഞാൽ ഈ കാണുന്നതാണ് ട്രാൻസ്പെറന്റ് മൈക്രോ LED ഡിസ്പ്ലേ. ഇത് കണ്ടു കഴിഞ്ഞാൽ ആക്ച്വലി അവരുടെ ഡിസ്പ്ലേ ഉണ്ടെന്ന് പോലും നമുക്ക് തോന്നില്ല. അത്രയ്ക്ക് ട്രാൻസ്പെറന്റ് ആണ്, പക്ഷേ ഇമേജസ് വരുമ്പോൾ അത്രയ്ക്ക് ക്ലിയർ ആണ്. മൈക്രോ LED മാത്രമല്ല, സാംസങ്ങിന്റെ ട്രാൻസ്പെറന്റ് OLED ഡിസ്പ്ലേ വന്നു, LCD ഡിസ്പ്ലേ വന്നു. കഴിഞ്ഞ പോലെ ഇറങ്ങിയ സാംസങ്ങിന്റെ ഫ്രീ സ്റ്റൈൽ പ്രൊജക്ടർ ഓർമ്മയുണ്ട്. സിലിണ്ടറിക്കൽ ഷേപ്പിൽ ലൈറ്റ് പോലെ ഇരിക്കുന്ന ആ ഒരു പ്രൊജക്ടർ. സപ്പോസ് നിങ്ങളുടെ കയ്യിൽ 2 പ്രൊജക്ടർ ഉണ്ടെങ്കിൽ ഈ 2 പ്രൊജക്ടറിൽ നമ്മൾ എന്തെങ്കിലും ഇൻപുട്ട് കൊടുത്താൽ എന്താ 2 ഡിസ്പ്ലേ ആയിട്ടായിരിക്കും കാണുക. സെക്കൻഡ് ജനറേഷൻ ഫ്രീ സ്റ്റൈലിൽ ഒരു കിടിലൻ പരിപാടിയുണ്ട്. 2 ഫ്രീ സ്റ്റൈൽ പ്രൊജക്ടേഴ്സ് ഒരുമിച്ച് വെച്ചിട്ട് അതിലേക്ക് ഒരുമിച്ച് ഇൻപുട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു വൈഡ് സ്ക്രീൻ, ഒരു 2:1 റേഷ്യോയിലുള്ള ഒരു സ്ക്രീനാക്കി മാറ്റാം. ഇൻഡിവിജ്വൽ പ്രൊജക്ടർ ആണെങ്കിലും ഒറ്റ കോണ്ടന്റ് സ്ട്രീം ചെയ്യാം. എന്ന് മാത്രമല്ല 16:9 റേഷ്യോ നമ്മൾ ഇങ്ങനെ തിരിച്ച് വെച്ച് ചേർത്ത് ഒട്ടിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു വലിയ സ്ക്വയർ ഡിസ്പ്ലേ ആയിട്ടും 2 പ്രൊജക്ടേഴ്സിനെ യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഈ 2 പ്രൊജക്ടേഴ്സ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ തോന്നുകയില്ല, ഇതിനെ സ്മാർട്ട് എഡ്ജ് ബ്ലെൻഡിങ് എന്നാണ് പറയുന്നത്. നോർമലി നമ്മൾ വീട്ടിലിപ്പോൾ TV ഒക്കെ കാണുന്ന സമയത്ത് മാറ്റ് ഫിനിഷുള്ള സ്ക്രീനുകളായിരിക്കും. പക്ഷേ OLED TVകൾക്കൊക്കെ ഗ്ലോസി ഫിനിഷ് ആയിരിക്കും, എന്നാൽ അതിൽ നല്ല രീതിയിൽ റിഫ്ലക്ഷൻസ് ഉണ്ടാവും. ഇപ്പോൾ സാംസങ്ങിന്റെ ആന്റി ഗ്ലെയർ OLED ടെക്നോളജി കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ആംബിയന്റിൽ എത്ര ലൈറ്റ് ഉണ്ടെങ്കിലും അതിന്റെ ഗ്ലെയർ സ്ക്രീനിൽ അടിക്കില്ല. ഇനി OLED അവിടെ നിൽക്കട്ടെ, നിങ്ങൾ മൈക്രോ LED TV കണ്ടിട്ടുണ്ടോ? മൈക്രോ LED TVകൾക്ക് കിട്ടില്ല ക്ലാരിറ്റി ആയിരിക്കും. ആൻഡ് 140 ഇഞ്ചിന്റെ ഒരു മൈക്രോ LED TV ഒക്കെ പുറത്തുനിന്നിട്ടുണ്ട്. നമ്മുടെ വീടുകളിൽ നമ്മൾ ചിലപ്പോൾ 4K TV ഒക്കെ മേടിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ കേബിൾ TV യൂസ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഏഷ്യാനെറ്റോ മഴവിൽ മനോരമയൊക്കെ കാണുവാണെങ്കിൽ ശരിയാണ്, നമ്മൾ അതിന്റെ HD വെർഷനൊക്കെ എടുക്കാറുണ്ട് കേബിളിൽ. നമ്മുടെ TV 4K ആണെങ്കിലും ഇതൊക്കെ HD ആയതുകൊണ്ട് തന്നെ ടിവിയിൽ നമ്മൾ കാണുമ്പോൾ അത്ര ക്ലാരിറ്റി ഉണ്ടാവാറില്ല. ഇനി ഏഷ്യാനെറ്റിനോടും മഴവിലിനോടും ഒക്കെ കേബിൾ വഴി 4K സ്ട്രീം ചെയ്യാൻ പറഞ്ഞാൽ അത് നടക്കില്ല. സാംസങ് ഒരു അപ്സ്കെയിൽ ടെക്നോളജി ഇറക്കിയിട്ടുണ്ട്. അത് 480p ഒരു കോണ്ടന്റ് വരെയും 8Kയിലേക്ക് അപ്സ്കെയിൽ ചെയ്യാൻ പറ്റും. ഈ കാണുന്ന സാധനം ഉണ്ടല്ലോ, ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു നോർമൽ ഫോട്ടോ ഫ്രെയിം പോലെ ഇരിക്കും. ഇത് സാംസങ് മ്യൂസിക് ഫ്രെയിമാണ്. അവരുടെ ഫ്രെയിം സീരീസ് TV ഇറങ്ങിയില്ലേ, അതായത് TV കാണാത്ത സമയത്ത് ശരിക്കും ഒരു ഫോട്ടോ ഫ്രെയിം വെച്ച പോലെ തോന്നുന്ന അതേപോലെ ഒരു ഫ്രെയിം സ്പീക്കറാണിത്. ഇതിനകത്ത് കൂടെ നിങ്ങൾക്ക് നല്ല സൗണ്ട് ഔട്ട്പുട്ട് തരുന്ന പാട്ടുകൾ കേൾക്കാനായിട്ട് പറ്റും. എന്നാൽ കണ്ടു കഴിഞ്ഞാൽ ഒരു സ്പീക്കറാണെന്ന് മനസ്സിലാവുകയില്ല. ഇനി ഇവരുടെ തന്നെ ഒരു 3D ഗെയിം മോണിറ്റർ ഇറക്കിയിട്ടുണ്ട്. അതായത് നോർമലി നമ്മൾ 3D കാണണമെങ്കിൽ 3D കണ്ണട വെക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും 3D TVകൾ ഇറങ്ങിയപ്പോൾ അത് പാളിയത്. എന്നാൽ ഈ 3D മോണിറ്ററിൽ നിങ്ങൾക്ക് കണ്ണടയുടെ ആവശ്യമില്ലാതെ ഡയറക്റ്റ് ആയിട്ട് സ്ക്രീനിൽ നോക്കിക്കൊണ്ട് 3D ആസ്വദിക്കാൻ പറ്റും. ഗെയിമിങ്. അതേപോലെ സാംസങ്ങിന്റെ ഗെയിമിംഗ് ഹബ്ബ് വഴി നിങ്ങൾക്ക് ഗെയിംസ് കളിക്കാം. ആൻഡ് ഗെയിംസ് കൺട്രോൾ ചെയ്യാൻ നോർമൽ Xbox കൺട്രോളേഴ്സ് ഒന്നും വേണ്ട, നിങ്ങളുടെ സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേ തന്നെ കൺട്രോൾസ് ആക്കി മാറ്റാൻ പറ്റും. ഇനി നേരത്തെ നമ്മൾ പറഞ്ഞ സാംസങ്ങിന്റെ ഫ്രീ സ്റ്റൈൽ പ്രൊജക്ടർ അല്ലേ, അതുപോലെ തന്നെ ഇവരൊരു 8K പ്രൊജക്ടർ ഉണ്ട്. ആൻഡ് ഈ കാണുന്ന ഫോട്ടോയിൽ എവിടെയാണ് പ്രൊജക്ടർ? മുകളിലുള്ളതാണ് പ്രൊജക്ടർ എങ്കിൽ മുകളിലുള്ള പ്രൊജക്ടറാണ്. പക്ഷേ ഓണായിരിക്കുന്നത് താഴെയുള്ള പ്രൊജക്ടറാണ്. താഴെ ഒരു ചെറിയ ഫ്ലാപ്പ് പൊക്കിയിട്ട് കാണുന്നതാണ് ആക്ച്വൽ പ്രൊജക്ടർ. ഇനി അതിൽ അതിശയിപ്പിക്കുന്ന കാര്യം, സൈഡിലൊരു ബോക്സ് കണ്ടു. ആ ബോക്സിനകത്താണ് ആ സ്ക്രീനിൽ കാണുന്ന കാര്യം ഇൻപുട്ടായിട്ട് കൊടുത്തിരിക്കുന്നത്. ആ ബോക്സിൽ നിന്ന് പ്രൊജക്ടറിലേക്ക് ഡേറ്റ വയർലെസ്ലി ആണ് ട്രാൻസ്ഫർ ആവുന്നത്. അതൊരു വയറിന്റെ ആവശ്യമില്ല. സോ ക്ലീൻ ആയിട്ടുള്ള ലുക്കിൽ 8K പ്രൊജക്ട് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾ കൊറിയൻ സീരീസ് ഒക്കെ ഇംഗ്ലീഷ് സബ്ടൈറ്റിലിട്ട് കാണുന്നവരാണെങ്കിൽ TVയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന പുതിയ ഒരു ടെക്സ്റ്റ് ടു സ്പീച്ച് പരിപാടി സാംസങ് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് TVയിൽ സബ്ടൈറ്റിൽസ് ഹാർഡായിട്ട് കാണിക്കുമല്ലോ, ഈ സബ്ടൈറ്റിൽസ് ആ ഒരു ടൈമിൽ ലൈവായിട്ട് സംസാരിച്ച് കേൾപ്പിക്കും. സോ വീഡിയോയിൽ ആക്ടർ സംസാരിക്കുമ്പോൾ ആ സംസാരിക്കുന്ന ഭാഷയ്ക്ക് പകരം ഈ ഒരു ഓഡിയോ ആയിരിക്കും വരുന്നത്. സോ ബേസിക്കലി നിങ്ങൾക്ക് ലൈവായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് കേൾക്കാൻ പറ്റും. ഇനി ചിലപ്പോൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഒരു പർട്ടിക്കുലർ വോളിയത്തിൽ വെച്ചു, രഹസ്യമായിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ വോളിയം കൂട്ടി വെച്ചു. അടുത്ത സീനിൽ ഒരു ബോംബ് കൂട്ടുന്ന സീനാണെങ്കിൽ ഭയങ്കര ശബ്ദമായിരിക്കും അല്ലേ, വോളിയം ഇങ്ങനെ കൂടിയും കുറഞ്ഞും വരും. അതേപോലെ ബിസി ആയിട്ടുള്ള എൻവറോൺമെന്റിലൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതൊന്നും ക്ലിയർ ആവില്ല എങ്കിൽ ആക്റ്റീവ് വോയിസ് ആംപ്ലിഫയർ എന്ന് പറഞ്ഞൊരു ടെക്നോളജി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലൂടെ ബാക്ക്ഗ്രൗണ്ടിൽ നോയ്സ് ഉണ്ട്, ക്യാരക്ടേഴ്സ് സംസാരിക്കുവാണെങ്കിൽ ക്യാരക്ടേഴ്സിന്റെ ശബ്ദം മാത്രം ബൂസ്റ്റ് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് റെഡ്യൂസ് ചെയ്ത് ഡയലോഗ്സ് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കേൾക്കാം. ആൻഡ് എൻറ്റയർ ഫിലിമിൽ എവിടെയൊക്കെയാണ് കൂടുന്നത് കുറയുന്നത് ഇതെല്ലാം ആക്ച്വലി ഓട്ടോമാറ്റിക്കലി മാനേജ്. ഇനി അതേപോലെ ആപ്പിൾ ഈക്കോ സിസ്റ്റത്തിലുള്ള ഒരു കിടിലൻ പരിപാടി എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു മാക് യൂസ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ഐപാഡ് യൂസ് ചെയ്യുന്നുണ്ട്, മൗസ് ഉണ്ടെങ്കിൽ മൗസ് മാക്കിൽ നിന്നും ഐപാഡിലേക്ക് ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരാം, ഐപാഡിൽ നിന്നും ഡ്രാഗ് ചെയ്ത് മാക്കിലേക്ക് കൊണ്ടുവരാം. നിങ്ങൾ സാംസങ് ഗാലക്സി ഈക്കോ സിസ്റ്റത്തിലാണെങ്കിൽ സാംസങ് ഗാലക്സി ഈക്കോ സിസ്റ്റത്തിലും ഈ ഒരു പരിപാടി ഇപ്പോൾ പറ്റും. ആൻഡ് ഇവിടെ ഇതിന് മൾട്ടി കൺട്രോൾ എന്നാണ് പറയുന്നത്. സാംസങ് ഗാലക്സി ടാബിലും സാംസങ്ങിന്റെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഈ ആ ഒരു ഡിസ്പ്ലേയിൽ മാത്രമല്ല, ഫോൾഡ് ടൈപ്പ് ഫോണുകൾ ഉണ്ടെങ്കിൽ അതിലേക്കും നിങ്ങൾക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഒക്കെ ചെയ്യാൻ പറ്റും. കൂടാതെ സാംസങ്ങിന്റെ സ്മാർട്ട് തിങ്സ് എന്ന് പറഞ്ഞ സ്മാർട്ട് ഹോം മാനേജ് ചെയ്യുന്ന പരിപാടി, അതിലും കുറേ അധികം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഒട്ടനവധി പ്രൊഡക്റ്റുകൾ ഇപ്പോൾ സാംസങ്ങിന്റെ ആ ഒരു ഇക്കോ സിസ്റ്റം സ്മാർട്ട് തിങ്സിന്റെ ഇക്കോ സിസ്റ്റത്തിലേക്ക് വന്നിട്ടുണ്ട്. എല്ലാം കൂടി ഒരുമിച്ച് കൺട്രോൾ ചെയ്യാം,
ഇപ്പം നിങ്ങളുടെ വീട്ടിൽ പല സ്ഥലത്തും പല സാധനങ്ങളുണ്ടെങ്കിൽ അത് 3D മാപ്പൊക്കെ ചെയ്തിട്ട് ഏത് എങ്ങനെയൊക്കെ വർക്ക് ചെയ്യണമെന്ന് അനലൈസ് ചെയ്യാം, അത് ഫിക്സ് ചെയ്യാം. ടി വിയിൽ ഗെയിംസ് കളിക്കുന്ന ഒരാളാണെങ്കിൽ ടി വിയിൽ ഗെയിമാണ് കളിക്കുന്നതെങ്കിൽ അത് ഗെയിമാണ് എന്ന് ഉപയോഗിച്ച് ഇനി മനസ്സിലാക്കും. ഇതുവഴി നിങ്ങൾ ഏത് ഗെയിമാണ് കളിക്കുന്നതെന്ന് റെക്കഗ്നൈസ് ചെയ്ത് ആ ഗെയിമിൽ സപ്പോസ് ഒരു മാപ്പൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു മാപ്പിൻ്റെ പൊസിഷൻ, സൈസ്, ഗെയിമുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചുകൂടി എളുപ്പത്തിൽ കുറച്ചുകൂടി ആക്സസിബിൾ ആയിട്ടൊക്കെ കളിക്കാൻ പറ്റുന്ന രീതിക്ക് ഗെയിമിനെ ഒപ്റ്റിമൈസ് ചെയ്യും. അതുപോലെ ഇത്രയും ടി വി ടെക്നോളജി മാത്രമല്ല, ടി വിയുടെ സൈസ് തന്നെ ഭയങ്കര കുട്ടിയായിട്ടുണ്ട്. സൂപ്പർ തിന്നായിട്ടുള്ള ടി വിസ് ഒക്കെയാണ് ഇപ്പോൾ ഇറങ്ങുന്നത്. എനിക്ക് എൻ്റെ തോന്നുന്നു ജസ്റ്റ് ഇങ്ങനെ വളച്ച് കഴിഞ്ഞാൽ ഒഴിവത് പോലെ സംശയമുള്ള രീതിക്ക് തിന്നാണ്. ഇതൊക്കെ ലാസ് വേഗാസിൽ CES സാംസങ് കൊണ്ടുവന്നിരിക്കുന്ന ഇന്നോവേഷൻസിൻ്റെ ഡിസ്പ്ലേ ആണ്. ആൻഡ് CES ഇത്ര മാത്രമല്ല കേട്ടോ, മറ്റേ ഗാലക്സി ബഡ്സിൽ ഡിസ്പ്ലേ വെച്ചിട്ടുള്ള ബഡ്സ് ഒക്കെ ഇറക്കിയായിരുന്നു. സോ ഈ CES പൊതുവേ അങ്ങനെയാണ്, പല കമ്പനീസ് വന്നിട്ട് അവരുടെ ബെസ്റ്റ് ഇന്നോവേഷൻസ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു വലിയൊരു പരിപാടിയാണ്. അതിൽ നിന്ന് ഇപ്പോൾ സാംസങ്ങിൻ്റെ ആ ഇന്നോവേഷൻസ് മാത്രമായിട്ട് എടുത്തിട്ടാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത്. വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് നിങ്ങൾ ഉറപ്പായിട്ടും ചാനൽ ചെക്ക് ചെയ്യാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ തുടർന്ന് ബെല്ലേക്ക് ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എബിൾ ചെയ്യാൻ മറക്കണ്ട. നമ്മൾക്ക് നേരത്തെ വീഡിയോ കാണാം. ബൈ.